ആദ്യം പോകുന്നത് രാജ്യതലസ്ഥാനത്തേക്കാണ്. അവിടെ കനത്ത അക്രമം അഴിച്ചുവിട്ട് CJP. ജന്തർ മന്ദറിലെ CJP സമരപ്പന്തൽ പോലീസ് പൊളിച്ചു നീക്കി. പാറ്റക്കൂട്ടത്തെയും ജന്തർ മന്ദറിൽ നിന്ന് ഒഴിപ്പിച്ചു. ബാരിക്കേഡ് മറികടന്ന് പാർലമെന്റിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പാറ്റക്കൂട്ടം പോലീസിനെതിരെ കല്ലും ഇഷ്ടികയും വലിച്ചെറിഞ്ഞും അക്രമം നടത്തി. ഈ വാർത്തയുടെ വിവരങ്ങളുമായി നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്നും ചേരുന്നത്. നന്ദൻ, ഇപ്പോൾ ഇത് ഏതാണ്ട് 2-3 മണിക്കൂറായി തുടരുന്ന പാറ്റക്കൂട്ടത്തിന്റെ അഴിഞ്ഞാട്ടമാണ് രാജ്യതലസ്ഥാനത്ത്. നിലവിൽ എന്താണ് സാഹചര്യം? അതിൽ രാവിലെ 9 മണിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ സമരം ആരംഭിച്ചിരുന്നത്. അതായത് പാർലമെന്റിലേക്ക് മാർച്ച് നടത്താനായിരുന്നു ഇവർ ആഹ്വാനം ചെയ്തിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഡൽഹിയിലുമായി ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ യുവജന സംഘടനകളിൽപ്പെട്ട നിരവധി ആൾക്കാർ ഇവിടേക്ക് ജന്തർ മന്ദറിലേക്ക് എത്തുകയായിരുന്നു. കൂടാതെ SFIയുടെയും അതേപോലെ തന്നെ IC അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളുടെയൊക്കെ ആഹ്വാന പ്രകാരം മറ്റ് ഈ ഡൽഹി യൂണിവേഴ്സിറ്റി അതേപോലെ തന്നെ JNU അടക്കമുള്ള ക്യാമ്പസ് നിന്നും ധാരാളം വിദ്യാർത്ഥികൾ ഇവിടേക്ക് എത്തുകയുണ്ടായി. അങ്ങനെ വലിയൊരു വിദ്യാർത്ഥികളുടെയും മറ്റും കൂട്ടം ജന്തർ മന്ദറിൽ അനുഭവപ്പെട്ടു. പോലീസ് എന്നാൽ ഒരു 3 ലെയർ സുരക്ഷാ സംവിധാനം നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു. അതായത് ജന്തർ മന്ദറിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ കഴിയാത്ത രീതിയിലായിരുന്നു പോലീസ് ഈ മേഖല ബന്ദോബസ്ത് ചെയ്തിരുന്നത്. എന്നാൽ ബാരിക്കേഡിനടുത്തേക്ക് തള്ളിക്കയറിയ പ്രവർത്തകർക്ക് നേരെ പോലീസിനൊടുവിൽ ലാത്തി വീശേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ യഥാർത്ഥത്തിലുള്ള ലാത്തി ചാർജ് നടന്നിട്ടില്ല. പോലീസ് ലാത്തി വീശുക മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീടാണ് പോലീസിന് നേർക്ക് വലിയ കട്ടയും അതേപോലെ തന്നെ ഇഷ്ടികയും ഒക്കെ തന്നെ പോലീസിന് നേർക്ക് എറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിൽ മലയാളിയായിട്ടുള്ള മാധ്യമപ്രവർത്തകർ അടക്കം പരിക്കേൽക്കുന്ന സാഹചര്യവും ഉണ്ടായി. ഏതായാലും ഇപ്പോഴും ജന്തർ മന്ദറിൽ ഈ പ്രതിഷേധം എന്ന വ്യാജേനയുള്ള ആഭാസം ഇവിടെ ജന്തർ മന്ദറിൽ ഇപ്പോഴും അരങ്ങേറുകയാണ്. ഈ പ്രതിഷേധത്തെ ഒരു അക്രമത്തിന്റെ വഴിയിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ് ഇതുമായി ബന്ധപ്പെട്ട നേതാക്കളും അതേപോലെ തന്നെ അണികളും ഒക്കെ തന്നെ ശ്രമിക്കുന്നത്. എങ്കിൽ മാത്രമേ മാധ്യമങ്ങളുടെ ഒരു അറ്റൻഷൻ ഇവർക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇവർ കരുതുന്നത്. എന്നാൽ പോലീസ് പരമാവധി സംയമനം പാലിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. പരമാവധി സംയമനം പാലിച്ചുകൊണ്ടാണ് പോലീസ് ഈ സമരക്കാരെ നേരിടുന്നത്. പലപ്പോഴും പോലീസിന് നേർക്ക് അക്രമം അഴിച്ചുവിടുമ്പോഴും പോലീസ് അവരെ കാര്യമായി നേരിടുന്നില്ല എന്നുള്ളതാണ്. RAF റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ആണ് നിലവിൽ ഈ കർമ്മ രംഗത്തുള്ളത്. ഒപ്പം പിന്നാലെ ഡൽഹി പോലീസും CRPF ഉണ്ട്. സാധാരണ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ ഒരു രീതി എന്നുള്ളത് അടിച്ചാൽ തിരിച്ചടിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ ഈ ഒരു കേസിൽ പോലീസ് അതേപോലെ തന്നെ RAF ഒക്കെ കൃത്യമായി സംയമനം പാലിച്ചു എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഇപ്പോഴും ഏതാണ്ട് അക്രമ ഒരു സാധ്യത ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്നും ഈ ജന്തർ മന്ദറിൽ നിന്നും ആൾക്കാരെ പിരിച്ചുവിടുവാൻ വേണ്ടി റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് നിരോധിത മേഖലയാണ്, ഹൈ സെക്യൂരിറ്റി ഏരിയയാണ്. പാർലമെന്റ്, മന്ത്രിമന്ദിരങ്ങൾ അതേപോലെ തന്നെ ജസ്റ്റിസുമാരുടെ ഔദ്യോഗിക വസതികളൊക്കെ ഇതിന് സമീപമാണ്. നിലവിൽ ഇവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ആ നിരോധനാജ്ഞയൊന്നും വകവെക്കാതെയാണ് ഇവിടെ ഇത്രയധികം ആൾക്കാർ തടിച്ചുകൂടിയത് എന്നുള്ളതാണ് ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ള നീക്കങ്ങൾ ഏറെ നിർണായകമാകും. പോലീസിന്റെ കൂടുതൽ RAFക്കാര് സ്ഥലത്തെത്തി ഈ പ്രതിഷേധക്കാരെ ഓടിച്ചുവിടുവാൻ വേണ്ടിയുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. പോലീസിന്റെ ഈ ഇടപെടൽ അത് പോലീസ് എത്രമാത്രം ഏത് രീതിയിൽ ഇടപെടും എന്നതിനെ ആസ്പദമാക്കിയിരിക്കും ഇനിയും വരും മണിക്കൂറുകളിൽ ഈ സമരത്തിന്റെ ദിശ എങ്ങനെ മുന്നോട്ട് നീങ്ങും എന്നുള്ളത്. ഏതായാലും ഇപ്പോൾ പോലീസ് വളരെ കൃത്യമായ ശക്തമായ ഒരു നടപടികളിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. നേരത്തെ പോലീസ് അത്ര കാര്യമായ ഒരു നടപടികളിലേക്കൊന്നും കടന്നിരുന്നില്ല എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. പ്രത്യേകിച്ച് പോലീസ് ഈ ഏതെങ്കിലും തരത്തിൽ കൂടുതൽ ലാത്തി ചാർജിലേക്കോ അല്ലെങ്കിൽ കൂടുതൽ ഈ പറയുന്ന ഗ്രനേഡുകളോ അല്ലെങ്കിൽ കണ്ണീർ വാതകമോ മറ്റോ പ്രയോഗിച്ചിരുന്നെങ്കിൽ ഇരവാദം ഉയർത്തിക്കൊണ്ട് സ്വാഭാവികമായും ഇവർ വീണ്ടും ഇവിടെ തന്നെ തടിച്ചുകൂടുവാനുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ ആ സാധ്യതകളൊക്കെ പോലീസ് കൃത്യമായ ഇടപെട്ടുകൊണ്ട് ഇല്ലാതാക്കുകയാണ് ചെയ്തത്. അതാണ് നന്ദൻ, അതായത് ഈ പോലീസ് പരമാവധി സംയമനം പാലിച്ചു നിന്നു. എന്നാൽ ഈ അക്രമകാരികളായി പാറ്റക്കൂട്ടം മാറുന്നതോടുകൂടി പിന്നെ ഇതിൽ ഇടപെടാതെ മറ്റ് നിവർത്തിയില്ല. അതുകൊണ്ട് തന്നെ കുറെ പേരെ അറസ്റ്റ് ചെയ്തു മാറ്റി. എന്തായാലും നിലവിൽ ആദർശ് കൂടി ചേരുകയാണ്. ആദർശ്, അതായത് ഈ ഡൽഹിയിൽ നേരത്തെ നന്ദൻ സൂചിപ്പിച്ചതുപോലെ ഏറെ നാളായി തുടരുന്ന സമരം എന്ന പേരിൽ തുടരുന്ന ഒരു സമരാഭാസമായിരുന്നല്ലോ. അതിന് യാതൊരു തരത്തിലുള്ള പ്രസക്തിയും കിട്ടാതെ വന്നതോടെ ഈ പറയുന്ന സോനം വാങ്ചുക്കിനെ പോലുള്ള രാഷ്ട്രവിരുദ്ധന്മാരെയൊക്കെ കൂടെ കൂട്ടി. അങ്ങനെയാണെങ്കിൽ പോലും വേണ്ടത്ര വിധത്തിലുള്ള ഒരു പ്രസക്തി ഈ സമരത്തിനോ അല്ലെങ്കിൽ ഒരു സ്വീകാര്യത ഇതിന് കിട്ടാതെ വന്നതോടുകൂടി ഈ സമരം ഏതാണ്ട് പൊട്ടിപ്പൊളിയുന്നൊരവസ്ഥയിലേക്കാണല്ലോ മാറിയത്. അങ്ങനെ വന്നതോടുകൂടിയാണോ ഇത് എങ്ങനെയെങ്കിലും രാജ്യത്തെ മുഴുവൻ ശ്രദ്ധ പിടിച്ചു പറ്റാൻ
ഇനി ഇത്തരത്തിൽ മാറേണ്ടതുണ്ട്? ഈ സമരത്തെ ഒരു പ്രക്ഷോഭത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കലാപത്തിലേക്ക് മാറ്റി കുറച്ച് ഇരവാദം ഇറക്കി ഇനി ഈ ഒരു സമരത്തിന്റെ ലൈൻ മാറ്റി പിടിപ്പിക്കാമെന്നാണോ പാറ്റകൾ വിചാരിച്ചിരിക്കുന്നത് ആദർശ്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഈ പാറ്റാക്കൂട്ടത്തിന്റെ കണക്ക് കൂട്ടൽ. കാരണം എങ്ങനെയെങ്കിലും വാർത്തകളിൽ ഇടം പിടിക്കുക, മാധ്യമങ്ങളിൽ നിറയുക, ഒപ്പം തന്നെ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഈ ഒരു സംഘടന അതിന് വലിയ ആൾക്കാരുടെ, പ്രത്യേകിച്ച് യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ ഒക്കെ പിന്തുണയുണ്ട് എന്ന് വരുത്തി തീർക്കുവാനുള്ള ചില ശ്രമങ്ങൾ, അതൊക്കെ തന്നെയാണ് ഈ ജന്തർ മന്ദറിൽ അവർ നടത്തിയ ഈ സമരത്തിൽ കാണാൻ കഴിയുന്നത്. കാരണം നേരത്തെ അവർ ഇത്തരത്തിൽ സമരം പ്രഖ്യാപിക്കുകയും ജന്തർ മന്ദറിലേക്ക് എത്തുകയും സോനം വാങ്ചുക്ക് നിരാഹാര സമരവുമായി രംഗത്ത് വരികയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോഴൊന്നും തന്നെ അവർക്ക് സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കുന്ന പിന്തുണയുടെ ഒരു 7 അംഗത്ത് പോലും ലഭിക്കുന്ന പിന്തുണ വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്നോ യുവജനങ്ങളിൽ നിന്നോ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് ഈ സമരത്തിന്റെ രൂപവും ഭാവവും മാറുകയായിരുന്നു. അവർ പാർലമെന്റിലേക്ക് മാർച്ച് പ്രഖ്യാപിക്കുന്നു. എന്നാൽ പോലീസിനെ ആകട്ടെ ഇത് സംബന്ധിച്ച് അവർ സമീപിച്ച് മുൻകൂർ അനുമതി തേടുകയൊന്നും ചെയ്തില്ല. അവർ പ്രഖ്യാപിച്ച ഈ ഒരു പാർലമെന്റ് മാർച്ചിന് പിന്തുണ നൽകിക്കൊണ്ട് ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ, അത് കോൺഗ്രസ് ആയാലും ഇടത് പാർട്ടികളായാലും സമാജ്വാദി പാർട്ടി ആയാലും ആം ആദ്മി പാർട്ടി ആയാലും ഒക്കെ രംഗത്ത് വരികയും ചെയ്തു. പ്രത്യേകിച്ചും ഈ വലിയ ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള കോൺഗ്രസിനെ പോലുള്ള ഒരു പാർട്ടി, അങ്ങനെയുള്ള ഒരു പാർട്ടി അവരുടെ ബാനറിൽ ഒരു വലിയ പ്രതിഷേധ സമരമൊക്കെ സംഘടിപ്പിച്ച നാളുകളായി ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവരികയോ ഒരു വിഷയത്തിൽ സമരം ചെയ്യുകയോ ആ സമരത്തെ വിജയിപ്പിക്കുവാനോ കഴിയാത്ത വിധത്തിലേക്ക് കോൺഗ്രസ് അധപ്പതിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ അരാഷ്ട്രീയവാദവും അരാജകത്വവും ഒക്കെ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ബാനറിൽ നടക്കുന്ന ഈ ഒരു പാർലമെന്റ് മാർച്ചിന് സമ്പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകുകയും അവരുടെ ഈ ഡൽഹിയിലും ചുറ്റുവട്ടത്തും ഒക്കെ അവശേഷിക്കുന്ന യുവജന പ്രവർത്തകരെ ഈ സമരത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി അവർ എത്തിക്കുകയും ചെയ്തത്. ഇതിന് സമാനമായി തന്നെ സമാജ്വാദി പാർട്ടിയുടെയും ആം ആദ്മി പാർട്ടിയുടെയും ഒക്കെ ഭാഗത്ത് നിന്നും ഈ സമരത്തിന് പിന്തുണ നൽകുകയും ആ പാർട്ടിയുടെ ഒക്കെ പ്രവർത്തകർ ഈ സമരത്തിലേക്ക് എത്തുകയും ചെയ്തു. അതുകൊണ്ടാണ് ഒരു ആൾക്കൂട്ടം ചെറിയ രീതിയിലെങ്കിലും സൃഷ്ടിക്കുന്നതിന് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പാർലമെന്റ് മാർച്ച് പ്രഖ്യാപനത്തോടും അതുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ ഈ ഒരു സമരത്തോടും ഒക്കെ അവർക്ക് ഈ കുറച്ച് ആളെ കൂട്ടാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ ഇന്ത്യ സഖ്യത്തിലെ പല പാർട്ടികളും അവരുടെ അണികളെ രംഗത്തിറക്കിയത് കൊണ്ടാണ്. പ്രത്യേകിച്ച് ഭീമാർമി അടക്കമുള്ള ചില സംഘടനകൾ ഈ സമരത്തിന് ആദ്യമേ തന്നെ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തുണ്ടായിരുന്നു. ഇടത് വിദ്യാർത്ഥി സംഘടനകൾ SFIയും ASFും ഐസയും ക്രാന്തികാരി യുവജന സംഘടനയും ഒക്കെ ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തിറങ്ങുകയും അവരുടെ പ്രവർത്തകരോടെല്ലാം ഈ പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കണമെന്ന നിർദ്ദേശം നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ വലിയൊരു ആൾക്കൂട്ടം, ആ ഒരു ആൾക്കൂട്ടത്തെ ഉപയോഗിച്ചുകൊണ്ട് വലിയ അക്രമങ്ങൾ ഡൽഹിയിൽ നടത്തുന്നതിനുള്ള പദ്ധതി ഈ കോക്രോച്ച് പാർട്ടി തയ്യാറാക്കിയിരുന്നു. എന്നാൽ പോലീസ് സ്വീകരിച്ച ശക്തമായ നിലപാട്, ആ ഒരു നിലപാട് കൊണ്ടാണ് ഇതൊരു വലിയ അതിക്രമത്തിലേക്കും വലിയ അക്രമത്തിലേക്കും ഒന്നും കാര്യങ്ങൾ എത്താതെ പോയത്. കാരണം ജന്തർ മന്ദറിൽ നിന്ന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുമെന്ന് പറയുമ്പോൾ തന്നെ നഗരത്തിന്റെ മറ്റ് പല ഭാഗത്തും ഇത്തരത്തിൽ പ്രവർത്തകരെ സംഘടിപ്പിക്കുകയും അവരെ ഉപയോഗിച്ച് പാർലമെന്റിന്റെ ഉള്ളിലേക്ക് കടക്കുന്നതിനാണ്. അതെ, അത് തന്നെയാണ് ആദർശ്. അതായത് വളരെ പ്രധാനപ്പെട്ട മേഖലയിൽ പാർലമെന്റിന്റെ അകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുക, അതീവ സുരക്ഷാ മേഖലയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുക, അങ്ങനെ വലിയ ഒരു സംഘർഷമുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി ഈ ഒരു സിറ്റുവേഷൻ കൂടുതൽ ഗുരുതരമാക്കുക. അങ്ങനെ ഇതിനെതിരെ ഡൽഹി പോലീസ് കാര്യമായ നടപടികൾ എടുക്കുമ്പോൾ അയ്യോ ഞങ്ങളെ തല്ലിച്ചതയ്ക്കുന്നേ, ഞങ്ങളുടെ തല അടിച്ചു പൊട്ടിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് ഇരവാദം മുഴക്കുക, കരയുക, അതുവഴി ഇതുവരെ കിട്ടാത്ത സ്വീകാര്യത എങ്ങനെയെങ്കിലും പിടിക്കുക എന്നുള്ളത് മാത്രമാണ് നിലവിൽ പാർട്ടികളുടെ ലക്ഷ്യമെന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും വിവരങ്ങൾ നൽകുകയായിരുന്നു രാജ്യ തലസ്ഥാനത്ത് നിന്ന് ആദർശും നന്ദഗോപനും. ഇനി